10ാം ക്ലാസ് 2024 വർഷത്തെ ബയോളജി ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. ഇതൊരു പബ്ലിക്കേഷൻ്റെ ചോദ്യപേപ്പറാണ്. ആദ്യ ചോദ്യം, പാർക്കിൻസൺസ് രോഗത്തിന് കാരണം മസ്തിഷ്കത്തിലെ ഡാഷിൻ്റെ നാശമാണ്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ ഡാഷിൻ്റെ നാശമാണ്. ഓപ്ഷനുകൾ മയലിൻ, ഡോപ്പമിൻ, മെനിഞ്ചസ്, ഗാംഗ്ലിയോൺ. ആൻസർ ഡോപ്പമിൻ. ഡോപ്പമിൻ്റെ നാശമാണ് മസ്തിഷ്കത്തിൽ പാർക്കിൻസൺ രോഗത്തിന് കാരണം. ചോദ്യം 2, പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. എ. സംവേദ ആവേഗം, ഡോർസൽ റൂട്ട്. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ട് വഴിയാണ്. അടുത്തത് ബി. പ്രേരക ആവേഗം. ആൻസർ പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ട് വഴിയാണ്. ആൻസർ വെൻട്രൽ റൂട്ട്. ചോദ്യം 3, നാഡീയ ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്ന ഭാഗമാണ്. ഓപ്ഷനുകൾ സെൻട്രൽ കനാൽ, സിനാപ്സ്, ഇൻ്റർന്യൂറോൺ, മെനിഞ്ചസ്. ഇവിടെ ആൻസർ ബി. സിനാപ്സ് ആണ് ആൻസർ അല്ലേ. ചോദ്യം 4, അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. എ. തൈമോസിൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നു. തൈമോസിൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നു. ഇത് തൈമോസിനല്ല, മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നത്. മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. ചോദ്യം ബി, തൈമോസിനെ യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നു. അത് ശരിയാണ്, തൈമോസിനെ തന്നെയാണ് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, പൈനിയൽ ഗ്രന്ഥി തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. പൈനിയൽ ഗ്രന്ഥി തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥിയാണ് ആൻസർ. ചോദ്യം 5, ചിത്രത്തിൽ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി ഏത്? എക്സ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് എക്സ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ചോദ്യം 6, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. തന്നിരിക്കുന്ന ജോഡികൾ ഇതാണ്: സെറിബ്രം ശരീര തുലനനിലാപാലനം, ഹൈപ്പോതലാമസ് ആന്തരസമസ്ഥിതി പാലിക്കുന്നു, സെറിബെല്ലം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇവിടെ ആൻസർ ശരിയായ ജോഡി ഹൈപ്പോതലാമസ് ആന്തരസമസ്ഥിതി പാലിക്കുന്നു എന്നതാണ്. ഈ ശരീര തുലനനില പാലിക്കുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ് അല്ലേ. അപ്പോൾ ആൻസർ ഹൈപ്പോതലാമസ് ആന്തരസമസ്ഥിതി പാലിക്കുന്നു. ചോദ്യം 7, ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏത്? ഇവിടെ എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഇൻ്റർ ന്യൂറോണാണ് അല്ലേ. ഇൻ്റർ ന്യൂറോണാണ്. ഒരു റിഫ്ലക്സ് ആർക്കിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ഭാഗങ്ങൾ അതിൽ എക്സ് എന്ന ഭാഗം ഇൻ്റർ ന്യൂറോണാണ്. ഈ ഭാഗത്തിൻ്റെ ധർമ്മങ്ങൾ ഏതെല്ലാം? 1, സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇൻ്റർ ന്യൂറോൺ അല്ലേ. അപ്പോൾ സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് ധർമ്മം അല്ലേ. ഇനി നേത്ര രോഗങ്ങളും വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. 8ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇവിടെ രോഗം അഥവാ വൈകല്യം, കാരണം, ലക്ഷണം. ആദ്യം നമുക്ക് രോഗം തന്നിട്ടുണ്ട്, അതിൻ്റെ കാരണം തന്നിട്ടുള്ള രോഗം നിശാന്തതയാണ്. നിശാന്തത നമുക്കറിയാം വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത.
അല്ലേ? കാരണം വിറ്റാമിൻ എയുടെ അഭാവം. ലക്ഷണം തന്നിട്ടുണ്ട്, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്കുറവ്. ഇനി 2 രോഗം തന്നിട്ടില്ല. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ, അല്ലേ? ആൻസർ സിറോഫ്താൽമിയ. അതിൻ്റെ ലക്ഷണം, സിറോഫ്താൽമിയയുടെ ലക്ഷണമാണ് നേത്രാവരണവും കോർണിയയും വരണ്ട് അധാര്യമാകുന്നു, അല്ലേ? കോർണിയ അതുപോലെ തന്നെ നേത്രാവരണമൊക്കെ വരണ്ട് അധാര്യമാകുന്ന ലക്ഷണം. ഇനി 4 രോഗമില്ല, കാരണമുണ്ട്. കോൺ കോശങ്ങളുടെ തകരാറ് ആണ് കാരണം. അതുപോലെ തന്നെ ലക്ഷണം ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഈ രോഗം വർണ്ണാന്തതയാണ്. ചോദ്യം 9. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രസ്താവന ഇതാണ്: സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ രൂപീകരണത്തിന് സമാനമായാണ് കണ്ണിലും ഒരു ദ്രവം രൂപപ്പെടുന്നു. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ രൂപീകരണത്തിന് സമാനമായാണ് കണ്ണിലും ഒരു ദ്രവം രൂപപ്പെടുന്നത്. ചോദ്യം എ: കണ്ണിലെ ഈ ദ്രവത്തിൻ്റെ പേരെന്താണ്? നമുക്കറിയാം കണ്ണിൽ 2 ദ്രവങ്ങളാണുള്ളത്, ഒന്ന് അക്വസ് ദ്രവം, മറ്റൊന്ന് വിട്രിയസ് ദ്രവം. ഇവിടെ ആൻസർ അക്വസ് ദ്രവം, അല്ലേ? അക്വസ് ദ്രവമാണ് ആൻസർ. ഇനി ചോദ്യം ബി: ഇത് നിർവഹിക്കുന്ന ധർമ്മം എഴുതുക. എന്താ അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവത്തിൽ നിന്നാണ്. ഇനി 10 മസ്തിഷ്ക ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും ഉൾപ്പെടുത്തി ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ഇവിടെ മസ്തിഷ്കം, അല്ലേ? അതിലൊന്ന് അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ് ആൻസർ. രണ്ട്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് സെറിബ്രമാണ്. ആൻസർ സെറിബ്രം. അതുപോലെ 3, സെറിബല്ലത്തിൻ്റെ ധർമ്മം പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാം, അല്ലേ? പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുക. 4, ഹൈപ്പോതലാമസ് ആന്തരസമസ്ഥിതി പാലനം. ചോദ്യം 11. ആവേഗങ്ങളുടെ പ്രേഷണം സൂചിപ്പിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം എ: എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏത്? എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം സിനാപ്റ്റിക് വിടവാണ്, അല്ലേ? സിനാപ്റ്റിക് വിടവ്. ഈ ചിത്രം സിനാപ്സാണ്. 2 ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം, അല്ലേ? ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും മറ്റൊന്നിൻ്റെ ആക്സോണൈറ്റും കൂടിച്ചേരുന്ന ഭാഗമാണ് സിനാപ്സ്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ വിടവ് സിനാപ്റ്റിക് വിടവ്. ചോദ്യം ബി: ഈ ഭാഗത്തേക്ക് സ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇവയുടെ ധർമ്മം എന്ത്? ഈ ഭാഗത്തേക്ക് സ്രവിക്കപ്പെടുന്ന രാസവസ്തുക്കൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇവയുടെ ധർമ്മം എന്ത്? അതായത് ഈ രാസവസ്തുവിൻ്റെ പേര് നാഡീയ പ്രേഷകം. ഇനി ധർമ്മം: തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിച്ച് വൈദ്യുത ആവേഗങ്ങൾ സാധ്യമാക്കുക, അല്ലേ? തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിച്ച് വൈദ്യുതാവേഗങ്ങൾ സാധ്യമാക്കുക. ചോദ്യം 12. ചുവടെ നൽകിയിരിക്കുന്ന സാഹചര്യം പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. രക്തത്തിൽ കാൽസ്യം സാധാരണ അളവിലും കുറവ്. ചോദ്യം എ: ഈ സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? അപ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ അളവിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അപ്പോൾ കുറഞ്ഞാൽ ഈ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏതാണ്? പാരാതോർമോണാണ്, അല്ലേ? പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ചോദ്യം ബി: രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ഉയർത്തുന്നതിൽ ഈ ഹോർമോണിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനം എഴുതുക. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഒരു പ്രവർത്തനം എഴുതാനാണ് അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുക, അല്ലേ? അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു.
നെക്സ്റ്റ് ചോദ്യം 13. ഒരു കുട്ടിയുടെ സംശയം ചുവടെ നൽകിയിരിക്കുന്നു. ഇത് വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനം എഴുതുക. അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സിമ്പതറ്റിക് വ്യവസ്ഥയുണ്ടല്ലോ. ഇതിൽ എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും ആവശ്യം എന്താണ്? അപ്പോൾ അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യാൻ സിമ്പതറ്റിക് വ്യവസ്ഥയുണ്ടല്ലോ. ഇതിൽ എപ്പിനെഫ്രിൻ്റെയും നോർ എപ്പിനെഫ്രിൻ്റെയും ആവശ്യം എന്താണ്? അപ്പോൾ ഇവിടെ അടിയന്തര സാഹചര്യങ്ങളിൽ ശാരീരിക പ്രവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ തുടങ്ങി വെക്കുന്നത് സിമ്പതറ്റിക് അവസ്ഥയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ ശരീരത്തെ സജ്ജമാക്കുന്നത് നോർ എപ്പിനെഫ്രിനാണ് അല്ലേ? എപ്പിനെഫ്രിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയുമായി കൂടിച്ചേർന്ന് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ് ഈ ഘട്ടത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി ചോദ്യം 14. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന 2 രോഗങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ താഴെ തന്നിരിക്കുന്നു. രോഗങ്ങളുടെ പേര് തരക്കെട്ടായി നൽകി ഇവയെ തന്നിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഇവിടെ 4 പ്രസ്താവനകളുണ്ട്, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ നാശം, കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുന്നു, ശരീരത്തിൻ്റെ തുല്യനില നഷ്ടപ്പെടുക അല്ലേ? അപ്പോൾ ഇവിടെ തലക്കെട്ട് 1, ഇത് 2 രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഒന്ന് പാർക്കിൻസൺസ് രോഗം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടത് 1 മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം അല്ലേ? അതാണ് ഈ പാർക്കിൻസൺസ് രോഗത്തിൻ്റെ കാരണം. പിന്നെ മറ്റൊന്ന് 4 ശരീരത്തിൻ്റെ തുല്യനില നഷ്ടപ്പെടുക. ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് തുല്യനില നഷ്ടപ്പെടുന്നത്. ഇനി ബി അൽഷിമേഴ്സ് ആണ് രോഗം. അതിൽ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ നാശം അതിൻ്റെ കാരണം. പിന്നെ 3 കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. ചോദ്യം 15. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന 2 പ്രവർത്തനങ്ങൾ ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണം ഇതാണ്. അസ്ഥി, ആദ്യം വൃക്ക, കാൽസ്യം അല്ലേ? വൃക്കയിൽ കാൽസ്യം, രക്തം, അസ്ഥി. അപ്പോൾ വൃക്കയിൽ നിന്ന് രക്തം വഴി അസ്ഥികളിൽ കാൽസ്യം അടിഞ്ഞു കൂടുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ചോദ്യം എ. വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇവിടെ വൈ വൃക്കയിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് എത്തിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ്. അപ്പോൾ പാരാതോർമോൺ. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലാണ് ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം അല്ലേ? പാരാതോർമോൺ. ചോദ്യം ബി. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരെന്ത്? എക്സ് അപ്പോൾ ഏതാണ്? രക്തത്തിൽ നിന്ന് കാൽസ്യത്തെ അസ്ഥികളിലേക്ക് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ കുറക്കുന്നതാണ് ഈ ഹോർമോൺ. ഏതാ ഹോർമോണാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസ്യറ്റോണിനാണ് ഹോർമോൺ. അപ്പോൾ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്കെ, ഇനി ചോദ്യം സി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോണിൻ്റെ മറ്റൊരു പ്രവർത്തനം എഴുതുക. വൈയുടെ മറ്റൊരു പ്രവർത്തനം, അതായത് പാരാതോർമോണിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് എഴുതാനുള്ളത്. കാൽസ്യം അസ്ഥികളിൽ സംഭരിക്കുന്നത് തടയുക. കാൽസ്യം അസ്ഥികളിൽ സംഭരിക്കുന്നത് തടയുന്നത്. ചോദ്യം 16. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എക്സ് ശിരോനാഡികൾ, സുഷുമ്നാഡികൾ. വൈ തന്നിട്ടില്ല. അതുപോലെ തന്നെ സിമ്പതറ്റിക് വ്യവസ്ഥ സെഡ് പൂരിപ്പിക്കാനുള്ളത്. ചോദ്യം എ. എക്സ് കോമ വൈ എന്നീ നാഡീവ്യവസ്ഥകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. എക്സ് കോമ വൈ എന്നീ നാഡീവ്യവസ്ഥകൾ ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. അവിടെ എക്സ് അല്ലേ? ഇവിടെ നാഡീവ്യവസ്ഥയൊന്നും തന്നിട്ടില്ല. ശിരോനാഡി, സൂക്ഷ്മനാഡി എന്ന് തന്നിട്ടുള്ളത്.
എക്സ് പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗമാണ് ശിരോനാഡിയും സുഷുമ്ന നാഡിയും. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സിമ്പതറ്റിക് അവസ്ഥയും അതുപോലെ തന്നെ പാരാസിമ്പതറ്റിക് അവസ്ഥയും, അല്ലേ? ഇനി ചോദ്യം ബി, താഴെ സൂചിപ്പിച്ചിരിക്കുന്ന അവയവങ്ങളിൽ ഇസഡ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഓരോ പ്രവർത്തനം എഴുതുക. ഇസഡ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഓരോ പ്രവർത്തനം എഴുതുക, അല്ലേ? ഇസഡ് എന്ന് പറയുന്നത് പാരാസിമ്പതറ്റിക് അവസ്ഥയാണ്. അപ്പോൾ അതിൽ കരളിൻ്റെ പ്രവർത്തനം, കരൾ നടക്കുന്ന പ്രവർത്തനം, കരളിൽ വെച്ച് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. മറ്റൊന്ന് ശ്വാസനാളാണ്, ശ്വാസനാളം ചുരുങ്ങുന്നു. ചോദ്യം 17, ഗന്ധം തിരിച്ചറിയുന്ന പ്രവർത്തനങ്ങളിലെ ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയെ ഉചിതമായി ക്രമപ്പെടുത്തി എഴുതുക. ഇപ്പോൾ ഇവിടെ ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നത് ആദ്യം ഈ ആണ്. വായുവിൽ കലരുന്ന ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. 2, ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. പിന്നീട് ഗന്ധഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു, ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഗന്ധനാഡി വഴി ആവേഗം മസ്തിഷ്കത്തിലെത്തുന്നു, ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നു. ചോദ്യം 18, ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സൂചനകൾ ഇതൊക്കെയാണ്. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ചോദ്യം എ, ഗ്രന്ഥി ഏതാണ്? അല്ലെ, നമുക്കറിയാം ദൈനംദിന പ്രവർത്തനങ്ങൾ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ ആണ്. അത് ഉണ്ടാക്കുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ്. ഗ്രന്ഥിയുടെ പേര് പൈനിയൽ ഗ്രന്ഥി. ചോദ്യം ബി, ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഉറക്കത്തെയും ഉണരലിനെയും എങ്ങനെയാണ്? മെലാറ്റോണിൻ രാത്രി രക്തത്തിൽ കൂടുതലും പകൽ രക്തത്തിൽ കുറവും ആയിരിക്കും, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ മെലാറ്റോണിൻ്റെ അളവ് രാത്രിയിൽ കൂടുതലും പകൽ കുറവായിരിക്കും. ഇനി സി, ഈ ഹോർമോണിൻ്റെ മറ്റൊരു ധർമ്മം എഴുതുക. അത് ലൈംഗിക പ്രജനന കാലയളവിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതായത് ലൈംഗിക പ്രജനന കാലയളവിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ചോദ്യം 19, കണ്ണിലെ ദ്രവങ്ങളെ സംബന്ധിച്ച സൂചനകൾ ചുവടെ തന്നിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എക്സ് ജലം പോലുള്ള ദ്രവം, വൈ ജെല്ലി പോലെയുള്ള ദ്രവം, അല്ലേ? അപ്പോൾ ചോദ്യം എ, എക്സ് വൈ എന്നീ ദ്രവങ്ങളുടെ പേരെഴുതുക. നമുക്കറിയാം എക്സ് ജലം പോലുള്ള ദ്രവം ഏതാണ്? അക്വസ് ദ്രവമാണ്. അതുപോലെ തന്നെ വൈ വിട്രിയസ് ദ്രവവുമാണ്. ചോദ്യം ബി, ഇവയുടെ ഓരോന്നിൻ്റെയും ധർമ്മം എഴുതുക. എക്സ് അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നു. അതുപോലെ തന്നെ വൈ കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ചോദ്യം 20, പ്രസ്താവനകൾ വിശകലനം ചെയ്ത് കാരണം എഴുതുക. ഒന്നാമത്തെ പ്രസ്താവന, വർണ്ണാതതയുള്ളവരെ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്ക് തിരഞ്ഞെടുക്കാറില്ല. എന്താണ് കാരണം? കോൺകോശങ്ങളുടെ തകരാറ് മൂലം സിഗ്നൽ ലൈറ്റ് തിരിച്ചറിയാൻ കഴിയാതെ വരും, അല്ലേ? പ്രത്യേകിച്ച് ഈ രോഗമുള്ള ആളുകൾക്ക് ചുവപ്പ്, പച്ച നിറങ്ങളെ കാണാൻ തിരിച്ചറിയാത്ത അവസ്ഥയിലായിരിക്കും. അതാണ് കാരണം. ഇനി ബി, കണ്ണുനീരിന് അണുനാശക ശേഷിയുണ്ട്. അപ്പോൾ ഇവിടെ കണ്ണുനീരിൽ ലൈസോസൈം എന്ന അണുനാശിനി ഉള്ളത് കൊണ്ടാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണുനീരിലുള്ള അണുനാശിനി ഏതാണ്? ലൈസോസൈമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി സി, അന്ധബിന്ദുവിൽ കാഴ്ചയില്ല. ഈ അന്ധബിന്ദുവിൽ കാഴ്ചയില്ലാത്തതിന് കാരണം അവിടെ പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതാണ്, അല്ലേ? കണ്ണിലുള്ള പ്രകാശഗ്രാഹികളാണ്
റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും, ഈ രണ്ട് കോശങ്ങളും എവിടെയില്ല? അന്ധബിന്ദുവിലില്ല അല്ലേ? അന്ധബിന്ദു എന്ന് പറയുമ്പോൾ റെറ്റിനയിൽ അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ നേത്രനാഡി തുടങ്ങുന്ന ഭാഗത്ത് അല്ലേ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തീരെയില്ല, ആ ഭാഗമാണ് അന്ധബിന്ദു. ഇനി ചോദ്യം 21. ചിത്രം പകർത്തി വരച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ചിത്രം ഇതുപോലെ നോക്കി വരയ്ക്കുക അല്ലേ? എന്നിട്ട് ഭാഗങ്ങൾ എ താഴെ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക. അതിലൊന്ന് ശബ്ദതരംഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം അല്ലേ? ഏതാണ് എയിലെ ഒന്നാമത്തെ ഭാഗം? ചെവിക്കുടയാണ്. ചെവിക്കുടയാണ് ശബ്ദതരംഗങ്ങളെ സ്വീകരിക്കുന്നത്. 2 ചെറു രോമങ്ങളും മെഴുകും കാണപ്പെടുന്ന ഭാഗം, അത് കർണനാളമാണ്. അപ്പോൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അത് 2 കർണനാളം എന്ന് എഴുതി വെക്കണം അല്ലേ? ഇനി അതിലെ ബി ചോദ്യം, ശബ്ദതരംഗങ്ങൾക്കനുസൃതമായി കമ്പനം ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കപ്പെടുന്നത് എങ്ങനെ? ശബ്ദതരംഗങ്ങൾക്കനുസൃതമായി കമ്പനം ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കപ്പെടുന്നത് എങ്ങനെ? അതായത് യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. അപ്പോൾ യൂസ്റ്റേഷ്യൻ നാളിയാണ് മധ്യകർണത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നത് അല്ലേ? ചോദ്യം 22. മസ്തിഷ്കത്തിൻ്റെ ഇത്ര നിരീക്ഷിച്ച താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം പകർത്തി വരയ്ക്കേണ്ടതില്ല, അപ്പോൾ ഉത്തരം മാത്രം എഴുതിയാൽ മതി. എ 1, 2, 3, 4 ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇവിടെ ഒന്നാമത്തെ ഭാഗം അത് സെറിബ്രമാണ് അല്ലേ? സെറിബ്രമാണ് ഒന്നാമത്തെ, തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇനി രണ്ടാമത്തെ ഭാഗം വരുന്നത് ഇവിടെയാണ്. ഈ ഭാഗം സെറിബ്രത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ്, അത് തലാമസ് ആണ്. തലാമസ്. ഭാഗം 3 ഈ ഭാഗമാണ് അല്ലേ? ഭാഗം 3 മെഡുല ഒബ്ലോംഗാറ്റയാണ്. മെഡുല ഒബ്ലോംഗാറ്റ. അതുപോലെ തന്നെ നാലാമത്തെ ഭാഗം ഇത് തലച്ചോറിൻ്റെ വലുപ്പത്തിൽ 2ാം സ്ഥാനം ആർക്കാണ്? സെറിബെല്ലമാണ്. സെറിബെല്ലം ഏറ്റവും വലിയ ഭാഗം സെറിബ്രാണ് അല്ലേ? അപ്പോൾ ഓക്കെ. ഇനി അതിൽ ബി ചോദ്യമുണ്ട്. 2, 3 എന്നീ ഭാഗങ്ങളുടെ ധർമ്മം എഴുതുക. 2 ഏതായിരുന്നു? 2 തലാമസാണ്. തലാമസിൻ്റെ ധർമ്മം സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുക. അപ്പോൾ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ ഒരു പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഈ തലാമസാണ്. ഇനി മൂന്നാമത്തെ ഭാഗം മെഡുല ഒബ്ലോംഗാറ്റയാണ്. മെഡുല ഒബ്ലോംഗാറ്റ ഹൃദയസ്പന്ദനം, അതുപോലെ ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലേ? ഏതൊക്കെയാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഇനി ചോദ്യം 23. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് വർദ്ധിക്കാതെ നിലനിർത്തുന്നു. ഒന്നുകൂടി പറയാം. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് വർദ്ധിക്കാതെ നിലനിർത്തുന്നു. ഇവിടെ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസിൽ കാണപ്പെടുന്ന കോശങ്ങളെ മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ കോശങ്ങളെയാണ് 2ആയി തിരിച്ചിട്ടുള്ളത്, ബീറ്റാ കോശങ്ങളൊന്നും ആൽഫ കോശങ്ങളൊന്നും അല്ലേ? ഇനി ചോദ്യത്തിലേക്ക് കിടക്കുക. ചോദ്യം എ, ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഏത് അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് വർദ്ധിക്കാതെ നിലനിർത്തുന്നു. അപ്പോൾ കൂടാതെ നോക്കുന്നത് ആരാണ്? ഇൻസുലിനാണ്. ഇൻസുലിൻ. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിലെ അളവ് കുറയുമ്പോൾ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയും അല്ലേ? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇനി ചോദ്യം സി, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഗ്ലൂക്കോസ് കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിൻ്റെ
ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു അല്ലേ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 110 മില്ലിഗ്രാമാണ് 100 മില്ലി ലിറ്റർ രക്തത്തിൽ അല്ലേ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ.